ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 31 മഹാബലി ദർപ്പണം. നമ്മൾ കഴിഞ്ഞ 30-ാം ശ്ലോകത്തിൻ്റെ 30-ാം ദശകത്തിൻ്റെ 10-ാം ശ്ലോകത്തിൽ മഹാബലി അസുര വംശത്തിൽ ജനിച്ചിട്ടും ഭക്തനായി ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ അണിയാനുള്ള ഇട കിട്ടി. അതാർക്കും കിട്ടാത്ത ഒരു സുഹൃതമാണെന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. പരമശിവനല്ലാതെ ആ ഭാഗ്യം ആർക്കും ഉണ്ടായിട്ടില്ല. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പാദതീർത്ഥം ഈ അസുരരാജാവായ മഹാബലിക്ക് അത് അനുഭവിക്കാനിടയായി. അത് സുഹൃത്തുക്കൾക്കേ അത് ലഭിക്കൂ. അങ്ങനെ നമ്മൾ വായിച്ചു. ഇതിൽ നമുക്ക് അത് മഹാബലി ദർപ്പണമാണ്. അത് നമുക്ക് 1-ാം ശ്ലോകം വായിക്കാം. ദശകം 31. പ്രീത്യാ ദൈത്യസ്തനുമഹ പ്രേഷണാൽ സർവധാപി ത്വാം ആരാധ്യൻ അജിതരചയൻ അഞ്ജലിം സഞ്ജഗാദ മത്ത കിം തേ സമാഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനം അവനീം വാപി സർവം പ്രദാസ്യേ. പ്രീത്യാ ദൈത്യസ്തനുമഹ പ്രേഷണാൽ സർവധാപി ത്വാം ആരാധ്യൻ അജിതരചയൻ അഞ്ജലിം സഞ്ജഗാദ മത്ത കിം തേ സമാഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനം അവനീം വാപി സർവം പ്രദാസ്യേ. ഇവിടെ ഭട്ടത്തിരിപ്പാട് എങ്ങനെയാ വർണ്ണിക്കുന്നേ? അല്ലയോ ഭഗവാനി നാരായണ ഗുരുവായൂരപ്പ, മഹാബലി ഈ ഭഗവാൻ നാരായണനായ വടുരൂപിയുടെ തേജസ്സും ഓജസ്സും കണ്ട് സന്തോഷിച്ചു. എല്ലാ പ്രകാരത്തിലും ഈ വടുരൂപിയെ ആരാധിക്കപ്പെടാൻ യോഗ്യനാണെന്ന് കണ്ട് അങ്ങയെ, അതായത് വടുരൂപിയെ സന്തോഷിപ്പിക്കാൻ ഉറച്ച് കൈകൂപ്പി തൊഴുതുകൊണ്ട് അറിയിച്ചു. മഹാബലി പറയുന്നു, ഹേ ബ്രാഹ്മണകുമാര, എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? പറയൂ. ധനമോ അന്നമോ വാസസ്ഥാനമോ ഭൂമിയോ എന്താണ് വേണ്ടത്? എന്തായാലും ഞാൻ തരാം, അഥവാ എല്ലാം തരാം. ഞാൻ വലിയ ദാനശീലനാണ്, വേണ്ടത് ചോദിച്ചു കൊള്ളുക. ഇങ്ങനെ പറഞ്ഞു. ഒരു വിനയം തോന്നിക്കാത്ത രീതിയിൽ ആണ് ഇത് പറഞ്ഞത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വടുരൂപി എന്ത് ചിന്തിച്ചു ഇത്രയും പറഞ്ഞപ്പോൾ? അഹത്തിൻ്റെ ഒരു ഛായ, അല്പം അഹങ്കാരം ഇല്ലയോ എന്നൊരു ഛായ വടുരൂപി കണ്ടതും മനസ്സിലാക്കിയതും. അപ്പോൾ എന്താ ആ പറച്ചിലിൽ ഒരല്പം അഹന്ത ഉണ്ടെന്ന് ഭഗവാനായ വടുരൂപിക്ക് തോന്നി. ഇതാണ് ഈ ശ്ലോകത്തിൽ. എങ്ങനെയാ? ഹേ ബ്രാഹ്മണകുമാര, എന്താണ് അങ്ങക്ക് വേണ്ടത്? എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? പറയുന്നത് വെച്ചാൽ ഒരു എന്തും തരാൻ ഞാനങ്ങ് വലിയ ഒരു കേമനാണെന്നുള്ള രീതിയിൽ. അങ്ങക്ക് ധനമാണോ അന്നമോ വാസസ്ഥാനമോ ഭൂമിയോ എന്താണ് വേണ്ടത്? എന്തായാലും ഞാൻ തരാം, അല്ലെങ്കിൽ എല്ലാം തരാം. ഞാനൊരു ദാനശീലനാണ്, വേണ്ടത് ചോദിച്ചു കൊള്ളുക എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അല്പം അഹന്ത തോന്നിയെന്നാൽ അതേസമയം ഹേ ബ്രാഹ്മണകുമാര, അങ്ങക്ക് എന്താ വേണ്ടത്? എന്നിൽ അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? പറയൂ. ധനമാണോ അന്നമാണോ എന്താ ഭൂമിയാണോ? അങ്ങ് പറയൂ, എന്താ വേണ്ടത് എന്നൊരു വിനയത്തോട് ചോദിച്ചെങ്കിൽ ഭഗവാൻ അത് തോന്നിക്കത്തില്ലായിരുന്നു. ഇവിടെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. കാരണം ഭഗവാൻ ഇവിടെ പറഞ്ഞേക്കുന്നു, വടുരൂപ അഹത്തിൻ്റെ ഒരു ഛായ, ഒരു നിഴൽ, ഒരല്പം അഹങ്കാരത്തിൻ്റെ ഒരു നിഴൽ ഉണ്ടെന്ന് വടുരൂപി കണ്ടു മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ആയിരിക്കും അദ്ദേഹം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഹേ ബ്രാഹ്മണകുമാര, എന്താണ് ഇങ്ങനെ ഒരു വലിയ ഭാവത്തിൽ അങ്ങോട്ട് പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന ആൾ പരമാത്മാവാണെന്നും അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ. വടുരൂപി ആരാ? അപ്പോൾ വടുരൂപി അങ്ങനെ ഒരു ഭഗവാനാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ഒരു കണ്ടി വെള്ളം പുഷ്പവും കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഭഗവാനെ ഇതെടുത്ത് കഴിച്ചോ, ഞാൻ വെള്ളം കണ്ടിക തരുന്നുണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുമോ? ഭഗവാനെ, എനിക്കത് ഓർക്കാൻ വയ്യ. നമ്മൾ എന്തെങ്കിലും കൊണ്ട് ഭഗവാനൊന്ന് കൊടുത്താലത്, എൻ്റെ ദൈവമേ, ആ ഭഗവാനെ ഈ പുഷ്പവും ഈ തുളസിയും ഈ ജലവും മാത്രമേ ഉള്ളൂ കണ്ണാ, ഇത് അവിടുന്ന് കഴിക്കണമേ എന്നുള്ള ഒരു കെഞ്ചിയ ഒരു യാചന, ഒരു എന്താണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ എന്തും, അതോ ആർത്തിയാ കൊടുക്കാൻ. ഒരു പഴം കിട്ടിയാൽ അത് ഉടനെ എൻ്റെ കണ്ണന് അങ്ങനെ ഒരു ആർത്തിയിലാ കൊണ്ട് ഒരു പഴത്തിൻ്റെ ഒരു തൊലിയൊക്കെ അങ്ങോട്ട് വിരിച്ച് ഒന്ന് മുറിച്ചൊരു അതിനകത്തുനിന്നൊരു മണം അങ്ങോട്ട് എടുക്കാൻ വേണ്ടി ഞാൻ എന്ത് വെമ്പൽ കൊള്ളുമെന്ന് അറിയാമോ? അപ്പോൾ അവിടെ എന്താ വേണ്ട മക്കളെ?
അവിടെ വിനയം, താഴ്മ ഭഗവാന് നമ്മൾ കൊടുക്കുമ്പോൾ, അതുപോലെ ഒരു ഭക്തന് കൊടുക്കുമ്പോഴും അങ്ങനെ ഒരു ആദരവ് വേണം. ഇത്രയും തേജസ് കണ്ടപ്പോൾ ഇത് അദ്ദേഹത്തിന് ഒരു അല്പം അഹന്ത ഉണ്ട്. ആ അഹന്ത ഭഗവാൻ മാറ്റും. എനിക്ക് ഒന്നേ മക്കളോട് പറയാനുള്ളൂ, നമുക്ക് അല്പമെങ്കിലും വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ അത് കൈ മുതലാണ്. അതൊരിക്കലും വിട്ട് കളയരുത്. അതിന് ഒരിക്കലും അതാണ് ഏറ്റവും ഭഗവാൻ ഇഷ്ടമുള്ള മഹിമ. അങ്ങനെ ഉള്ളവർക്ക് ഹൃദയശുദ്ധിയും ഇതൊക്കെ ഉള്ളവർക്ക് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി കാണാൻ സാധിക്കും. ഞാനങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞ ഒരുപാട് ദർശനങ്ങളൊക്കെ കണ്ടെന്താ ആ ഒരു ഭഗവാനുള്ള ഭക്തിയും വിനയവും താഴ്മയാണ്. എന്തും എൻ്റെ ഭഗവാന് കൊടുക്കാനുള്ളൊരു വിപ്രതിയും സ്നേഹവും. ഇത്രയും ചൂടും ദേഹം മൊത്തം പഴുക്കുന്ന ചൂടും ഒരിക്കലും ഞാനിങ്ങനെ ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കുടിച്ചിട്ടില്ല എൻ്റെ ആയുസ്സിൽ. എനിക്ക് അങ്ങനെ പച്ചവെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല. ഈ ആണ്ടിൽ ഞാൻ ഫ്രിഡ്ജിലെ തണുത്ത ഐസ് പോലെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എന്താ കാരണം? അത്ര ചൂടാ. അപ്പോഴും എനിക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഓർക്കും, ഭഗവാനെ എൻ്റെ കണ്ണിന് ഞാൻ എന്താ കൊടുത്തില്ലല്ലോ, ഇങ്ങനെ ഒരു വെപ്രാളമാണ് എനിക്ക്. എന്താ കാരണം? എല്ലാം നമുക്ക് വേണം. ഭക്തിയും വിനയവും താഴ്മയൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാം പിന്നെ മതി. ഇതാണ് ഭക്തിയും വിനയവും താഴ്മയും എല്ലാം. നമുക്ക് ക്ഷമയൊക്കെ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വരന് വലിയ ഇഷ്ടമാണ്. എനിക്ക് തോന്നി ഇത് വായിക്കണമെന്നൊന്നുമില്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കണം എല്ലാ മക്കളും. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. അല്പം അഹന്ത ഉണ്ടു എന്ന് ഭഗവാൻ വടരൂപി കണ്ടു. ശ്ലോകം 2. താം അക്ഷീണാ ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം കണ്ണിന് കാണാൻ വയ്യ മക്കളെ, ഒന്ന് അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാം ആസിതത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാൽ. താം അക്ഷീണാം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാ ആസിതത്വം സർവം ദേഹീതി തു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാൽ. ഇവിടെ എന്ത് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണെന്ന മഹാബലിയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ നിന്തിരുവടിക്ക്, അതായത് വടുരൂപിയായ ഭഗവാന് കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ബലിയുടെ ആ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്ന് തോന്നി. വടുരൂപിയായ ഭഗവാന് അത് അത്ര ഭക്തനാണ് ഈ മഹാബലി. പക്ഷേ അല്പം അഹന്ത ഉണ്ടെങ്കിൽ അതിനെ മാറ്റും ഭഗവാൻ. കാരണം ബാക്കി എല്ലാ നന്മകളും ഉണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് പോയാൽ അദ്ദേഹം പിന്നെ ഈശ്വരന് തുല്യമായ അത്രമാത്രമല്ലേ. ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എല്ലാ ദാനശീലനൊക്കെ തന്നെ. പക്ഷേ ഇച്ചിരി അഹങ്കാരം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിചാരിച്ചു? അതിനാൽ ആദ്യം അസുരവംശത്തെ ഒന്ന് പ്രശംസിച്ചു ഈ വടരൂപിയായ ഭഗവാൻ. കാരണം എല്ലാം ഈ 3 അടി മണ്ണ് യാചിക്കുകയും വേണമല്ലോ. കാരണം നമുക്ക് ഇവിടെ കാര്യം നടക്കണ്ടേ. അതിനല്ലേ ഭഗവാൻ അവിടേക്ക് ചെന്നേക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് പുകഴ്ത്തി ഈ അസുരവംശത്തെ ഒന്ന് പ്രശംസിച്ചിട്ട് അസുരനെയും പ്രശംസിച്ചു, മഹാബലിയെയും പ്രശംസിച്ചു. എന്നിട്ട് പ്രശംസ കേട്ടാൽ ആരാണ് സന്തോഷിക്കാതിരിക്കുക? അപ്പോൾ ബലി സന്തോഷത്തോടെ ചോദിക്കാൻ അനുവദിച്ചു. അപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാന്നുള്ള സന്തോഷത്തോടെ അങ്ങ് അനുവദിച്ചു. അപ്പം അങ്ങനെ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ എല്ലാം വേണമെന്ന് പറയാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും തരാൻ ചോദിച്ചുകൊള്ളൂ എന്ന് അവിടെ പറഞ്ഞു മഹാബലി. അപ്പോൾ ഒരാൾ എന്തും തരാമെന്ന് പറഞ്ഞാലും എല്ലാം വേണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആ മര്യാദ ഓർത്തിട്ട് ഭഗവാൻ 3 അടി മണ്ണ്, അതായത് ഈ ഭഗവാൻ എന്ന് പറഞ്ഞുകൂടെ അവിടെ വടരൂപിനെ പറയുകയാണ്. ഭഗവാനാണെന്ന് ഈ അസുരന്മാർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ വടരൂപിയായ നാരായണൻ എനിക്ക് 3 അടി ഭൂമി മാത്രം മതിയെന്ന് അങ്ങ് പറഞ്ഞു. മുഴുവൻ തരാൻ പറഞ്ഞാൽ അത് അപകാശമാകയില്ലേ? ഭഗവാൻ ചിന്തിക്കുക, വടരൂപി ചിന്തിക്കുക, മൊത്തവും വേണമെന്ന് പറഞ്ഞാൽ എല്ലാം നേടിയേനെ. പക്ഷേ ഇവിടെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഒരാളുടെ എല്ലാം വേണമെന്ന് ആരും പറയത്തില്ല, അതൊരു അപഹാസ്യമായിട്ട് തോന്നും. അതുകൊണ്ട് 3 അടി മണ്ണ് മതിയെന്ന് ഇവിടെ വടരൂപി ഭഗവാനെ വരുന്നുള്ളൂ. വടരൂപി അങ്ങനെ പറഞ്ഞ് അങ്ങനെ തോന്നിയാണ് 3 അടി മണ്ണ് മതിയെന്ന് പറഞ്ഞത്. കാരണം എല്ലാം എന്തും തരാം, മൊത്തവും തരാമെന്ന് പറയുമ്പോൾ മൊത്തവും ചോദിക്കുന്ന അപഹാസ്യമായിട്ട് തോന്നും. അതുകൊണ്ട് വടരൂപി എന്തു പറഞ്ഞു? 3 അടി മണ്ണ് മാത്രം മതി എന്ന് പറഞ്ഞു.
അങ്ങനെ ആണ് ഈ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചത്. നമുക്കിനി 3-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 3. വിശ്വേശം മാം ത്രിപദമിഹ കിം യാപസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിം അമുനേത്യാലപത്വാം സദൃപ്യൻ അസ്മാദ് ദർപ്പാദ് ത്രിപദ പരിപൂർത്തി അക്ഷമക്ഷേമവാദാൻ ബന്ധം ചാസൗ അഗമത് അതദർഹോപി ഗാഢോപശാന്തി. വിശ്വേശം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിം അമുനേത്യാലപത്വാം സദൃപ്യൻ അസ്മാദ് ദർപ്പാദ് ത്രിപദ പരിപൂർത്തി അക്ഷമക്ഷേമവാദാൻ ബന്ധം ചാസൗ അഗമത് അതദർഹോപി ഗാഢോപശാന്തി. വീണ്ടും അദ്ദേഹം അഹന്തയോട് തന്നെ പറയുന്നത് ഇപ്പോഴത്തെ ശ്ലോകത്തിൽ. മഹാബലി അഹന്തയോടുകൂടി ചോദിച്ചു. അപ്പം നമ്മളും അതുപോലെയാണല്ലോ പറയാൻ. എങ്ങനെ? ഈ ത്രിലോകത്തിൻ്റെയും നാഥനായ എന്നോട് 3 അടി മണ്ണോ യാചിക്കുന്നത്? 3 അടി നിസ്സാരമല്ലേ എന്നർത്ഥം. അപ്പം 3 അടി മണ്ണോ ചോദിക്കുക. അപ്പോൾ അത്രമാത്രം അതൊരു നിസ്സാരം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇത്രയും ലോകത്തിന്, ഈ ത്രിലോകത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിലൊരു അഹങ്ക ഉണ്ട്. ഈ ത്രിലോകങ്ങളുടെ എല്ലാം അവകാശി ആരാ? ഈ വടരൂപിയാണെന്ന് അറിയുന്നോ അദ്ദേഹം? ഇതിനെ അറിയണ്ട, വടരൂപി അറിയണ്ട. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കൊള്ളാമോ ഈ ലോകം മൊത്തം അദ്ദേഹത്തിൻ്റെ ആണെന്ന്? അദ്ദേഹം അവിടെ ഭരിക്കുന്നു. പരമാത്മാവിൻ്റെ അല്ലേ ഈ ലോകം മൊത്തം, നമ്മൾ ഉൾപ്പെടെ എല്ലാം. സർവ്വതും ഇതിലുള്ള ഒരു ജീവപ്രാണി, ഒരു തുരുമ്പ് പോലും ഈശ്വരൻ്റെതല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എടുക്കാൻ? അപ്പോൾ അത്രമാത്രം എന്ന് വെച്ചാൽ അറിവില്ല, കുറേ അറിവില്ലെന്ന് പറയാം, അജ്ഞാനിയാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ മഹാബലി അഹന്തയോടുകൂടി ചോദിച്ചു, ഈ ത്രിലോകത്തിൻ്റെയും നാഥനായ എന്നോട് 3 അടി മണ്ണോ യാചിക്കുന്നത്? 3 അടി നിസാരം എന്നുള്ള അർത്ഥത്തിലാണ്. കഷ്ടം കഷ്ടം. അപ്പോൾ ഈ 3 അടി മണ്ണാണോ ഈ ത്രിലോകത്തിൻ്റെ നാഥനായ എന്നോട് ചോദിക്കുന്നത്? കഷ്ടം കഷ്ടം, നീ ഒരു പമ്പര വിഡ്ഢി തന്നെ, സംശയമില്ല. കാണാം ഇപ്പം. അപ്പോൾ ഒരു പമ്പര വിഡ്ഢി എന്നാണ് ഇവിടെ വടരൂപിയെ അദ്ദേഹം, ഈ മഹാബലി പറയുന്നത്. ഈ 3 അടി എന്തിനു പറ്റും? ഈ 3 അടി എന്ത് സാധിക്കാനാ? അത് കാലുകൊണ്ട് 1, 2 ഒരു 3 അടി അളക്കുന്നതാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ വടരൂപിയും ചോദിക്കുന്നത് ഇരുന്ന് ധ്യാനിക്കാൻ ഒരു 3 അടി മണ്ണ് മതിയല്ലോ, തപസ്സരിക്കാനൊക്കെ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി വടരൂപിക്കുണ്ടല്ലോ, പിന്നെ അതാരാ ആള്? അതുകൊണ്ട് ഇവിടെ അസുരന് പറയുന്നത്, മൂവടി ഈ 3 അടി എന്തിനു പറ്റും? ഈ ഭൂമി മുഴുവൻ എടുക്കാം. ഈ അഹന്ത കാരണം ആ അസുരന് 3 അടി തികയ്ക്കാൻ കഴിയാതെ വരികയും മനഃശാന്തിക്ക് വേണ്ടി അധിക്ഷേപം കേൾക്കുവാനും ബന്ധനം അനുഭവിക്കാനും ഇടയാകുകയും ചെയ്തു. അത് ശരിയല്ലേ? ഇത്രയും അഹന്ത വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ 3 അടിയായിട്ട് അളന്നിങ്ങ് എടുത്തേനെ. ഇത് അഹന്തയൊന്ന് മാറ്റാൻ വേണ്ടി ഇടമില്ലാതെ പോയി. ഇത് അതിൽ പറയുന്നതല്ല, അടുത്ത ശ്ലോകത്തിലേ പറയൂ. അപ്പോൾ എന്താ അഹന്ത? തല കൂടി കാണിക്കേണ്ടി വന്നില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അസുരന് 3 അടി തികയ്ക്കാൻ കഴിയാതെ വരികയും, ഇല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഭക്തനാണ്, ജ്ഞാനിയാണ്, അഹം ഇല്ലാതെ ഒരു എളിമയും താഴ്മയും, ഭഗവത് ഭക്തനായിരിക്കുന്ന ഒരു താഴ്മയാണ് ഭഗവത് ഭക്തൻ എന്ന് പറയുന്നവർക്കെല്ലാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എന്ത് വരും? മനഃശാന്തിക്ക് വേണ്ടി ഭഗവാന് ഞാൻ കൊടുക്കാമെന്ന് പറയും. ഈശ്വരനായിരുന്നല്ലോ, എന്തായാലും സന്തോഷമായി, ഭഗവാനാണല്ലോ വന്ന് അത് 3 അടിയും 3 ത്രിലോകം അളന്ന് ശരിയാക്കി തിട്ടപ്പെട്ടി കൊടുത്തല്ലോ, സമാധാനമായി. ഇതെങ്ങനെയാ? 2 അടി കൊണ്ട് 3 ലോകം അളന്നില്ലയോ? പിന്നെ ഇദ്ദേഹത്തിന് തല കാണിക്കേണ്ടി വന്നില്ല. അപ്പോൾ അവിടെ അഹന്ത മാറി. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തവൻ പിന്നെ അവിടെ അഹന്ത പോയില്ലേ? അതുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്കാർക്കും അഹന്ത പാടില്ല. ഭഗവാൻ അതിനെ മാറ്റിയെടുക്കും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു തന്നെ നമ്മൾ വെറും ശാന്തി സമാധാനവും നിലനിൽക്കത്തക്കോണം എളിമയും താഴ്മയും എല്ലാം ഉള്ളൊരു വ്യക്തിയായി മാറാൻ നമുക്ക് ആദ്യം പഠിക്കണം. ഉള്ളവരത് മാറിപ്പോകരുത്, പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.